ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീടിനുമാണ് ഭീഷണി നേരിടുന്നത്. സെക്രട്ടേറിയറ്റിനും ക്ലിഫ് ഹൗസിനും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും പരിശോധന നടക്കുകയാണ്. ഇമെയിൽ വഴി തന്നെയാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ക്ലിഫ് ഹൗസ് പരിസരത്ത് നിന്ന് TS ഹരീഷ് വിവരങ്ങളുമായിട്ട് സെക്രട്ടറിയിൽ നിന്നും ജിബിൻ ജെബി, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലെ വിവരങ്ങളുമായി അനന്തകൃഷ്ണനുണ്ട്. ആദ്യം ക്ലിഫ് ഹൗസിൽ എന്ത് നടക്കുന്നുവെന്നറിയാം. ഹരി, ഇതിപ്പോൾ എത്രയേറെ ശരി അനന്തനിലേക്ക് പോകും. അനന്തൻ, ഇതിപ്പോൾ എത്രയോ ഭീഷണികളായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്വൈര്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോലീസും വരുന്നു. ഇത് എപ്പോഴാണ് ഈ സന്ദേശം വന്നത്? എന്തൊക്കെയാണ് അതിലെ വിവരങ്ങൾ? എങ്ങനെ പോകുന്നു പരിശോധന? ദിവിഷൻ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ക്ലിഫ് ഹൗസിൽ ബോംബ് സ്ക്വാഡും കേരള പോലീസും പരിശോധന നടത്തുന്നതാണ്. വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന തലസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. തുടർച്ചയായ ഇമെയിൽ സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ വന്ന സന്ദേശമാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ന് രാവിലെ 11 മണിയോടെ വീണ്ടും സന്ദേശങ്ങൾ ലഭിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ 4 സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്നുള്ള സന്ദേശമാണ് ലഭിച്ചത്. അതിൽ 4 കേന്ദ്രങ്ങളെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ, അതിനൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ്. ഈ 4 ഇടങ്ങളിൽ ബോംബ് സ്ഫോടനം ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ വന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സന്ദേശവും അതിൻ്റെ ആധികാരികതയിൽ ഉറപ്പില്ലെങ്കിലും അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കാര്യമായ പരിശോധനകൾ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് നടക്കുന്നു. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്കാണ് ഈ സന്ദേശം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള സന്ദേശം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും ആ സന്ദേശത്തിൽ എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയെ വധിക്കും എന്ന് തന്നെയാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ക്രോസ് ബോർഡർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ന്യൂട്രലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. അത് ന്യൂട്രലൈസ് ചെയ്യാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 2:30 ബോംബ് സ്ഫോടനം ഉണ്ടാകും, മുഖ്യമന്ത്രിയെ വധിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിലിപ്പോൾ അരുൾ അപ്പദോസ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID യിൽ നിന്നാണ് ഈ ഇമെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ചില ഈ മയക്കുമരുന്ന് ഗ്യാങ്ങുകളുടെ പേരുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷേ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സന്ദേശമായിരുന്നു ലഭിച്ചിരുന്നത്. പഹൽഗാമുമായി ഉള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും തുടർച്ചയായി സംസ്ഥാന തലസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ മറ്റ് കളക്ടറേറ്റുകളിലും ഇമെയിൽ സന്ദേശങ്ങൾ, ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നത് കേരള പോലീസിനെ വലിയ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമായും പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് തലസ്ഥാനത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തുടർച്ചയായിട്ട് ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നതും. ആ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട